കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗമൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ $34 ബില്യൺ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടെ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ ഉടനടി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോകരാജ്യങ്ങളൊക്കെ ആശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് പുലർത്തുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ സൈനിക ബജറ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴൊന്നും ആക്രമണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഇസ്രായേൽ ഒരു സൂചന കൂടി അല്ലേ ഇതിലൂടെ നൽകുന്നത് നാസർ? അനിഷ, തീർച്ചയായിട്ടും. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശാസൂചകമായി തന്നെ ഈ ഒരു ബജറ്റിനെ നമ്മൾ കാണേണ്ടി വരും. മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൂടുതൽ വലിയ തുക $34 ബില്യൺ എന്ന ഏറ്റവും വലിയ ഒരു തുക ഈ സൈനിക ബജറ്റിനായിട്ട് ഇസ്രായേൽ നേതൃത്വം നീക്കിവെച്ചിരിക്കുകയാണ്. ഇതിലൂടെ സൈന്യത്തെയും അതോടൊപ്പം തന്നെ ഈ മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളെയും തങ്ങളുടെ കീഴിൽ നിലനിർത്തുക, അവരെ കുറെ കൂടി ഭരണ മുന്നണിയുമായിട്ട് അടുപ്പിക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സൈനിക താല്പര്യം കൂടി നെതന്യാഹു സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട നീക്കങ്ങൾ ഈ സൈനിക ബജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള ബെൻഗവർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരും കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ മേഖലയിൽ ഒരു സമാധാനം വരണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും പൊതുവായിട്ടുള്ള ആ താല്പര്യങ്ങളെ പോലും ഹനിച്ചുകൊണ്ടാണ് കൂടുതൽ വലിയ തുക ഈ ബജറ്റിലേക്ക് നീക്കിവെക്കുന്നതും അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. നേരത്തെയൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായിട്ട് പുതിയ ആയുധ കരാറുകളിൽ ഏർപ്പെടാനുള്ള തിരക്കിട്ട നീക്കങ്ങളിൽ ഇസ്രായേൽ നേതൃത്വം ഏർപ്പെടുന്നു. ഇതിലൊക്കെയും കൃത്യമാണ് ഈ ഗസയിൽ ഒരു നിലയ്ക്കുള്ള ഒരു സമാധാനവും പുലരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഗസയിൽ മാത്രമല്ല, അയൽ രാജ്യങ്ങളായിട്ടുള്ള സിറിയ, ലെബനാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടർച്ച എന്ന നിലയ്ക്ക് വേണം, അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഭീമമായിട്ടുള്ള ഒരു സൈനിക ബജറ്റ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൂടെ ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങൾ, അതും ഈ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആയുധങ്ങൾ കൂടുതൽ സ്വന്തമാക്കാനുള്ള നീക്കം നടക്കുന്നു. അമേരിക്കയുമായിട്ട് പുറത്തേക്ക് തങ്ങൾ വെടിനിർത്തൽ കരാറിൻ്റെ കൂടെയാണെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് പിൻവാതിലൂടെ ഏറ്റവും വലിയ ആയുധ ഇടപാടുകൾക്കുള്ള ഒരു അവസരം കൂടി ഇസ്രായേൽ നേതൃത്വം ഒരുക്കുന്നത്. അതിൽ നേരത്തെ അനിഷ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തുക എന്നത് ഒരുപക്ഷെ ഗസയിൽ ഇനിയും തങ്ങൾ ആക്രമണം പുനരാരംഭിക്കുമെന്ന കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടി അതിലൂടെ ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ലോകത്തിന് നൽകുന്നു എന്നത് നാം കാണാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കൂടുതൽ പ്രകടമായിട്ട് മാറുകയാണ് അനിഷ. നാസർ, ഒരു വശത്ത് ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടെ ഇപ്പോൾ UN-ന്റെ പ്രതികരണം വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനെ മാനിക്കണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ മാത്രമായി പോകുന്നു, അല്ലെങ്കിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി UN-നോ ഒപ്പം തന്നെ ഈ ലോകരാജ്യങ്ങൾക്കോ ഒന്നും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും നാസർ? അനീഷ, ഇതൊക്കെ നമുക്കറിയാൻ സാധിക്കും. പിന്നിട്ടൊരു മുക്കാൽ നൂറ്റാണ്ട് തന്നെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അതിനീചമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യയുടെ തുടർച്ച വളരെ ഈ പിന്നിട്ട 75 കൊല്ലത്തിലധികമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഈ ഫലസ്തീൻ മണ്ണ് കയ്യേറാനും ഇവിടെ അനധികൃതമായിട്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കുടിയിരുത്താനും അങ്ങനെ ആ രാഷ്ട്രത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തികവും നയതന്ത്ര തലത്തിലും സൈനികമായിട്ടും ആ രാഷ്ട്രത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ഈ വൻശക്തി കൊളോണിയൽ രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പൊതുജന രോഷം ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് ചില വിയോജിപ്പുകൾ ഈ രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ പോലും എല്ലാ അർത്ഥത്തിലും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ദൗത്യം ഈ രാജ്യങ്ങൾ തുടരുന്നുണ്ട്. സൈനിക കരാറുകൾ കൂടുതൽ ശക്തമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഏതെങ്കിലും അർത്ഥത്തിൽ നീക്കങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ഘട്ടത്തിൽ പോലും അമേരിക്കൻ ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ പല നേതൃത്വവും അതേ സമീപനം തന്നെയാണ് തുടരുന്നത്. ആ സമീപനം തുടരുന്ന ഒരു ഘട്ടത്തോളം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിഹാരം അതിനുണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ നോക്കുക, ഒരു സൈനികമായിട്ടുള്ള ഒരു മിലീഷ്യയെ രൂപപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ യാസിർ ഷബാബ് എന്ന ആ ഒരു നേതാവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ തന്നെ രൂപപ്പെടുത്തിയ ഹമാസ് വിരുദ്ധമായിട്ടുള്ള
ഉള്ള ഒരു മിലീഷ്യയുടെ നേതാവാണ് ഇപ്പോൾ പിന്നെ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന് അത്തരം പിന്നെ സംഘങ്ങൾക്ക് ആയുധങ്ങളും സാമ്പത്തിക പിൻബലവും സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ ഫലസ്തീൻ ജനതയ്ക്കിടയിൽ കൂടുതൽ വിഭജനം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് ഇതെല്ലാ ഒറ്റുകാർക്കുമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനിയും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവരുണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് അവരിത് പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പിന്നെ ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് ഈ യാസിർ അബു ഷബാബിന് സംഭവിച്ചിരിക്കുന്ന അതേ ദുര്യോഗമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ ഹമാസ് നൽകുന്നുണ്ട്.